കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ചേരുന്നുണ്ട്. സന്ദീപ് വാര്യർ, ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം RSS അജണ്ടയെന്നാണ് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ പറയുന്നത്. ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന BJPക്കെതിരെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുന്നത്. താങ്കളുടെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ്? ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു എക്കോസിസ്റ്റമാണത്. സ്വാഭാവികമായിട്ടും എത്ര പുറമേക്ക് ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചാലും ക്രൈസ്തവരോടുള്ള സഹാനുഭൂതി അഭിനയിച്ചാലും ആന്തരികമായി ആ എക്കോസിസ്റ്റത്തിനകത്തുള്ള ആവാസ വ്യവസ്ഥയ്ക്കകത്തുള്ള ആളുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രതിഫലനങ്ങൾ ഇത്തരം സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും മതസാഹോദര്യത്തിന്റെയും കാഴ്ചകൾ കാണുമ്പോൾ പുറത്തേക്ക് പൊട്ടിയൊലിക്കുകയാണ്. അങ്ങനെയാണ് ഈ കരോൾ എന്ന് പറയുന്ന ചെറിയ കുട്ടികൾ നിഷ്കളങ്കമായി നടത്തുന്ന അവർക്ക് ഏറെ ആഹ്ലാദം പകരുന്ന ഒരു പരിപാടി പോലും തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് അവരുടെ മാനസിക നില തരം താണിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ വെറുപ്പും വിദ്വേഷവും ഉത്പാദിപ്പിക്കുന്ന ആ ഫാക്ടറിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുന്നത്. മറുവശത്ത് അവർ ക്രിസ്മസ് കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങളിലേക്കും സഭാധ്യക്ഷന്മാരെയും കാണാൻ പോകുന്നത് തികഞ്ഞ തട്ടിപ്പാണ്. ഒരു ആത്മാർത്ഥതയും അക്കാര്യത്തിലില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. സന്ദീപ് വാര്യർ, കെ സുരേന്ദ്രൻ അടക്കം പറഞ്ഞത് ഇത് മറ്റു പല ആളുകളുടെയും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഓർത്തഡോക്സ് സഭ പറയുമ്പോൾ അക്കാര്യത്തിൽ താങ്കളുടെ ഒരു സമീപനം ഏത് രീതിയിലാണ്? ഗൂഢാലോചനയുണ്ട് എന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണമല്ലോ. കാരണം ഇന്നലെ വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി ഇത് ചെയ്തത് വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ് എന്ന് ഓൺ ചെയ്തിട്ടുണ്ടല്ലോ. അവരുടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ആ വിഷയം ഉണ്ടായത് തങ്ങളാണ് എന്നവർ പരസ്യമായി പ്രസ്താവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഗൂഢാലോചനയുണ്ടെന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റും പറയുമ്പോൾ ആ ഗൂഢാലോചന നടത്തിയത് സംഘപരിവാർ തന്നെയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഗൂഢാലോചന ഉണ്ടാകും. പക്ഷെ ആ ഗൂഢാലോചനയിൽ സുരേന്ദ്രൻ പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ BJPയുടെ ക്രൈസ്തവ സ്നേഹം അഭിനയമാണ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഈ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ കൂടി ഇത് പറയുമ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ? എന്റെ സംശയമുള്ളത്, ഇന്നലെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ 2 പ്രതികൾ, 3ൽ 2 പേരും BJPയുടെ ഭാരവാഹികളായിരുന്നവരാണ്. ഈ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേർ. ഒരാൾ ചിറ്റൂർ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു BJPയുടെ, മറ്റൊരാൾ അവിടുത്തെ OBC മോർച്ചയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു. എന്തേ സുരേന്ദ്രൻ നിഷേധിക്കാത്തത്? അപ്പോൾ BJP പ്രവർത്തകരായിട്ടുള്ള BJP നേതാക്കളായ ആളുകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ അവർ RSSന്റെ തന്നെ വിവിധ ക്ഷേത്ര സംഘടനയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഭാഗമായി മാറിയാൽ പോലും BJP എങ്ങനെയാണ് അവരെ തള്ളിപ്പറയാൻ സാധിക്കുന്നത്? അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്ത് ഓൺ ചെയ്തല്ലോ, തങ്ങൾ ചെയ്തതാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ പറഞ്ഞതിന് ശേഷം തങ്ങളല്ല എന്ന് സുരേന്ദ്രൻ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇവിടെ വാസ്തവത്തിൽ ഒരു വലിയ ലാർജർ ഒരു ഗെയിം നടന്നിട്ടുണ്ട്. ആ ലാർജർ ഗെയിം എന്ന് പറയുന്നത് ഈ ക്രൈസ്തവരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക, എന്നാൽ അതോടൊപ്പം തന്നെ മറുവശത്ത് ക്രൈസ്തവ സ്നേഹം അഭിനയിച്ചുകൊണ്ടും പരമത വിദ്വേഷം ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ പോലും കുത്തിവെച്ചുകൊണ്ടും കേരളത്തിൽ ഒരു ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാധ്യത കൂടി അവർ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അത് തട്ടിപ്പ് മാത്രമാണ്. അവർക്ക് വാസ്തവത്തിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോടോ, പ്രത്യേകിച്ച് വിശേഷിയ ക്രൈസ്തവരോടോ യാതൊരു സ്നേഹമില്ല, യാതൊരു തരത്തിലുള്ള സഹാനുഭൂതിയുമില്ല. ജനസംഖ്യയുടെ കേവലം 2.7% മാത്രം വരുന്ന, രാജ്യത്തെ ജനസംഖ്യയുടെ 2.7% മാത്രം വരുന്ന ക്രൈസ്തവരെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള അന്യമത വിദ്വേഷവും ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെയാണ് ആ എക്കോസിസ്റ്റത്തിനകത്തുള്ളത്. ശരി, വളരെയധികം നന്ദി സന്ദീപ് വാര്യർ പ്രതികരിച്ചതിന്.